ഹലോ ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കൊണ്ടുവന്ന ടോപ്പിക്ക് ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കൊരു 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല പല മാറ്റങ്ങളുണ്ടാകും ഇല്ലേ? നമുക്ക് കൊളാജിൻ്റെ ഉൽപ്പാദനം കുറയും, ഈസ്ട്രജൻ്റെ ഉൽപ്പാദനം കുറയും, നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ആവും. ഇതെല്ലാം കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലേഡീസിന് സംഭവിക്കുന്ന മെയിനായിട്ടുള്ള കാര്യമാണ് നമുക്ക് അൺഈവൻ സ്കിൻ ടോൺ ആകും, സ്കിൻ ഡള്ളാകും, പിന്നെ കണ്ണിന് ചുറ്റും കറുപ്പാകും, പിന്നെ ഫൈലൈൻസായി റിങ്കിൾസായി എല്ലാം സംഭവിക്കും. നമുക്ക് പ്രായത്തെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, ശരിയല്ലേ? പക്ഷെ നമ്മുടെ സ്കിന്ന് നമുക്ക് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമ്മുടെ കയ്യിലാണ്. നമ്മൾ എപ്പോഴും അതിനൊരു കെയർ കൊടുത്താൽ തിരിച്ചത് എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരിക്കുമോ? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മടി. നമുക്കൊരു ഇച്ചിരി സമയവും ഇച്ചിരി മനസ്സും വെച്ചാൽ നമുക്കിത് ഓക്കെ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അയ്യോ 50 വയസ്സായില്ലേ, ഇനി എന്ത് ചെയ്താൽ പിടിക്കുമോ, അല്ലെ അവരെന്ത് പറയും ഇവരെന്ത് പറയും, അങ്ങനെ ഒന്നുമല്ല. നമുക്കൊരു കോൺഫിഡൻസ് വേണ്ടേ? അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇച്ചിരി സമയം, കുറച്ച് ടൈം, ആഴ്ചയിലൊരു 3 പ്രാവശ്യം മാത്രം മതി നമ്മൾ സമയം കണ്ടെത്തണം. ഒരു AM PM സ്കിൻ കെയർ റൊട്ടീൻ മസ്റ്റായിട്ട് ചെയ്യണം. നമ്മൾ വീട്ടിലെ തിരക്കൊക്കെ ആയിരിക്കും, എങ്കിൽ കൂടിയും നമുക്കൊരു ഫേസ് വാഷ് എടുത്ത് മുഖം കഴുകിയിട്ട് ഒരു റോസ് വാട്ടറിൻ്റെ ടോണർ അടിച്ച് ഒരു മോയ്സ്ചറൈസർ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പായ്ക്കിലോട്ട് കിടക്കാം. ഈ പായ്ക്ക് നമ്മൾ ആഴ്ചയിൽ 3 തവണ ഉപയോഗിക്കണം. മനസ്സിലായോ? നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യും, ഇതൊക്കെയാണ് സ്കിന്ന് സാഗ് ചെയ്യിക്കാതിരിക്കാനൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ എഗ്ഗ്. മനസ്സിലായോ? ആഴ്ചയിൽ ഒരു 3 ദിവസം, ഇല്ലെങ്കിൽ ഒരു 2 ദിവസം, 3 ദിവസം നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ 2 ദിവസം നിങ്ങൾ മുട്ടയില്ലാത്ത വീടില്ലല്ലോ, മുട്ടയുടെ വെള്ള എടുക്കുക. അത് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട്, ഒരു സ്പൂണോ ഫോർക്കോ കൊണ്ടോ ബീറ്റ് ചെയ്തിട്ട് അതിലോട്ട് നമ്മുടെ മസൂർ ദാൽ, എല്ലാവരുടെ വീട്ടിലും കാണും, ഒരു റോസ് കളറിലെ പരിപ്പ്. അതിൻ്റെ ഗുണങ്ങൾ എത്രയാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു പാക്കിങ്ങിനെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ പൗഡർ എടുക്കുക. ഇനിയിപ്പോൾ അതില്ലാത്തവർ കടലമാവോ നമ്മുടെ റൈസ് ഫ്ലവർ അരിപ്പൊടിയോ ധാരാളം. പക്ഷെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പായ്ക്കിട്ടിട്ട് ഒരു 15 മിനിറ്റ് അല്ല ഒരു 20 മിനിറ്റ് നമ്മൾക്ക് സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ്? മസൂർ ദാലിൻ്റെ പരിപ്പിൻ്റെ നല്ല ഫൈനായിട്ട് പൊടിച്ച പൗഡർ എടുക്കുക. അതല്ല എങ്കിൽ, ആ പരിപ്പില്ല എങ്കിൽ നിങ്ങൾ കടലമാവിൻ്റെ പൊടി എടുക്കുക, അല്ലെങ്കിൽ റൈസ് ഫ്ലവർ എടുക്കുക. ഇത് മൂന്നും ഒരേ ഇത് തന്നെയാണ് തരുന്നത് നമുക്ക്. അത് ഈ മുട്ടയുടെ വെള്ള എടുത്തിട്ട് അത് നല്ല ബീറ്റ് ചെയ്തിട്ട് ഇതുമായിട്ട് ശരിക്കും മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു 3 ഡ്രോപ്സ് ലെമണിൻ്റെ ജ്യൂസ്, നാരങ്ങയുടെ ജ്യൂസ്, പിന്നെ നമ്മുടെ ഹണി, ഒരു 1/2 ടീസ്പൂൺ ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പായ്ക്കുണ്ടാക്കി ഒരു കുറച്ച് നേരം അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇടുക. ആഴ്ചയിൽ 2 ദിവസം നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സ്കിന്നൊന്നൊരു ടൈറ്റ് ആകാനായിട്ട് നമുക്ക് മുട്ടയുടെ വെള്ള സൂപ്പറാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാതൊക്കെ അത് പിന്നെ വേസ്റ്റായി പോകുമല്ലോ. ഞാൻ മുഖത്ത് നമുക്ക് ഓരോ ആഴ്ചയിൽ എനിക്ക് ഓരോ റൊട്ടീനുണ്ട്, ഞാൻ അതനുസരിച്ച് ഇടുന്നതാണ്. അതുകൊണ്ട് അത് വേസ്റ്റ് ആകണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാത്തത്. അപ്പം എന്താ വേണ്ടിയത്? ഒന്നുകിൽ മസൂർ ദാലിൻ്റെ പരിപ്പ് പൊടി, അല്ലെങ്കിൽ അരിയുടെ പൊടി, അല്ലെങ്കിൽ കടലമാവ്, ഒരു മുട്ടയുടെ വെള്ള, ഒരു 3-4 ഡ്രോപ്സ് നാരങ്ങയുടെ ജ്യൂസ്, 1/2 ടീസ്പൂൺ ഹണി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഫ്യൂ മിനിറ്റ്സ് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് കൂളായിട്ട് നമ്മുടെ ഫേസിലിടുക. എപ്പോഴും ഫേസ് പാക്ക് ഇടുമ്പം ഈവനിങ്ങിൽ ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മൾ രാവിലെ ഇതൊക്കെ ഇട്ടിട്ട് പിന്നെയും കിച്ചണിൽ കയറി പണിയുമ്പോൾ നമുക്ക് ചൂടടിക്കും, ഇതൊക്കെ ചൂടാകും. വരയ്ക്കാത്ത നിൽക്കുമ്പോഴും ചൂടാണ് നമുക്ക്, ഇല്ലേ? കിച്ചണിൽ പണിയൊക്കെ ചെയ്യേണ്ടതല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈവനിങ് ടൈം നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇട്ടിട്ട് നല്ലതായിട്ട് ഫേസ് കഴുകിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലെമണിൻ്റെ ജ്യൂസ് ഒഴിക്കുന്നതുകൊണ്ട് മുട്ടയുടെ അത്ര വലിയ മണം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല,
കിട്ടണമെന്നില്ല. ചില ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ ആ മുട്ടയുടെ ആ ഒരു മണം സ്മെല്ല് കുറച്ചൊക്കെ കുറഞ്ഞ് കിട്ടും. നിങ്ങൾ ഈ പായ്ക്ക് ആഴ്ചയിലൊരു 2 ദിവസം എടുത്താൽ നമ്മുടെ സ്കിന്നിന് വരുന്ന മാറ്റങ്ങൾ ഭയങ്കരമാണ്. ഇത് പായ്ക്കിട്ടിട്ട് നിങ്ങൾ സംസാരിക്കല്ലേ ദയവ് ചെയ്ത്. നമ്മൾ എന്നാ വെളുക്കാൻ തേച്ചത് പാണ്ടാകുമെന്ന് പറഞ്ഞ കണക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഗുണമേ നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെയും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് കിടന്ന് വലിയുക, മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കുറച്ച് നേരം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഇട്ടാലും 15 മിനിറ്റ് ഇടുമ്പോഴേ ഇത് നല്ല ഡ്രൈ ആകും. അപ്പോൾ നമുക്ക് കഴുകിക്കളയാം, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിക്കുക, ചൂടുവെള്ളത്തിൽ. കാരണം ആ മുട്ടയുടെ മണമൊക്കെ പോകണമെങ്കിൽ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ശരിക്കും പിന്നെ നിങ്ങളൊരു ടോണറും ഒരു ഫേസ് പായ്ക്ക് മോയ്സ്ചറൈസറും കൂടി ഇട്ടാൽ സൂപ്പറായി. ഈ പായ്ക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം പ്ലീസ് നിങ്ങളൊന്നിട്ട് നോക്കിയിട്ട് നിങ്ങളെ എന്നോട് കമൻറ്റിൽ വന്നറിയിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ ഒരുപാട് വീഡിയോ ഞാനൊരു പുതിയ ഒരാളാണ്. ഞാനൊരു 300 അങ്ങാണ്ട് സംതിങ് വീഡിയോ ആയി. ഞാൻ പറഞ്ഞ ഓരോ വീഡിയോയും എനിക്ക് ആൾക്കാർ കാണാത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം അത്രയും വാല്യുബിളായ വീഡിയോകളാണ് ഞാൻ ഇടുന്നത്, ഫേസ് പായ്ക്കുകൾ. അത് വെറും നമുക്ക് ഉപയോഗം ഉള്ളത് കൊണ്ടാണ് ഞാനൊരു 40+ കഴിഞ്ഞവർക്ക് വേണ്ടി പറയുന്നത്. കാരണം എന്നെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലായോ? അത് കാരണം നിങ്ങൾ 10 പേരെ കണ്ടുള്ളെങ്കിലും 10 പേരിൽ 10 പേരും ഒന്ന് കണ്ടിട്ട് എൻ്റെ ചാനലൊന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.